നമസ്കാരം. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അഭിജിത്ത് മുഹൂർത്തത്തിനെ കുറിച്ചാണ്. അഭിജിത്ത് മുഹൂർത്തം എന്താണെന്നും ബുധനാഴ്ചയിലെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ പ്രത്യേകതയുമാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ എന്താണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് നമുക്കൊന്ന് ചെറിയൊരു വിശകലനമാവും. ജ്യോതിഷപ്രകാരം ഏറ്റവും ശുഭകരവും പവിത്രമായി കാണപ്പെടുന്ന ഒരു സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. ഈ മുഹൂർത്തത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ വിജയപ്രദമായി തീരുമെന്നാണ് വിശ്വാസം. ഒരു ദിവസത്തെ 30 മുഹൂർത്തങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പകൽ 15, രാത്രി 15. ഇതിൽ പകലിൻ്റെ കൃത്യം മധ്യത്തിലായിട്ട് വരുന്ന 8ാമത്തെ മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം. അതായത് ആകാശത്ത് സൂര്യൻ മധ്യഭാഗത്ത് ഉദിച്ചു നിൽക്കുന്ന ആ സമയം, ഉച്ചസമയം 12 മണിക്ക് ശേഷമൊക്കെ ആയിട്ട് 11:15 ശേഷമൊക്കെ ആയിട്ടും ഒക്കെ നമ്മളത് വരും. അതായത് പുതിയ ബിസിനസ് ആരംഭിക്കാൻ, ജോലി പ്രവേശിക്കാൻ, പ്രധാനപ്പെട്ട കരാറുകൾ ഒപ്പുവെക്കുന്നതിന്, യാത്രകൾ തുടങ്ങുന്നതിനും, കാറുകൾ, വീടുകൾ തുടങ്ങി വിലപിടിപ്പുള്ള ഏത് വസ്തുക്കൾ വാങ്ങുന്നതിനും ശുഭകാര്യങ്ങൾക്കുമെല്ലാം ഉചിതമാണ് ഈ അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിന് ജാതകത്തിലെയോ ദിവസത്തിലെയോ ദോഷങ്ങൾ ഇല്ലാതാക്കാനുള്ള ശേഷിയുണ്ടെന്ന് വരെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. സൂര്യൻ്റെ ഉയർന്ന സ്ഥാനത്തെ അടിസ്ഥാനമാക്കി വരുന്ന ഒരു ചെറിയ സമയപരിധിയാണ് അഭിജിത്ത് മുഹൂർത്തം. ഭഗവാൻ നാരായണൻ്റെ സുദർശന ചക്രത്തിന് തുല്യമായ സമയം, അതായത് സുദർശനചക്രം കറങ്ങുന്ന സമയമായിട്ടും അഭിജിത്ത് മുഹൂർത്തം കാണുന്ന ഒരു വിശ്വാസവും ഉണ്ട്. അങ്ങനെ പല പല ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും അഭിജിത്ത് മുഹൂർത്തത്തെക്കുറിച്ച് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ പുരാണങ്ങളിൽ, ഐതിഹ്യങ്ങളിലൊക്കെ അഭിജിത്ത് മുഹൂർത്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ പലതും നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിനെ കുറിച്ച് പറയാം. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ട് ബുധനാഴ്ച അഭിജിത്ത് മുഹൂർത്തം എടുക്കുന്നില്ല. ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ബുധനാഴ്ച അഭിജിത്ത് മുഹൂർത്തം എടുക്കാറില്ല. ഇത്രയൊക്കെ പ്രാധാന്യമുണ്ടായിട്ട് അഭിജിത്ത് മുഹൂർത്തം എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിലൊരു സംശയം വരാം. അതായത് നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് എടുത്തുകൂടാ? അല്ല, അത് പാടില്ല. ബുധനാഴ്ച ദിവസങ്ങളിൽ അഭിജിത്ത് മുഹൂർത്തം ശുഭകാര്യങ്ങൾക്ക് ഒട്ടും അനുയോജ്യമല്ല. ജ്യോതിശാസ്ത്രപ്രകാരം ബുധനാഴ്ച ദിവസത്തെ അഭിജിത്ത് മുഹൂർത്തം വരുന്നത് രാഹുകാലത്തിൻ്റെ സമയത്താണ്. മുന്നൊരു വീഡിയോയിൽ ഞാൻ രാഹുകാലം എന്താണെന്നും അതുകൊണ്ട് ദോഷങ്ങൾ എന്താണെന്നും ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടത് മനസ്സിലാവും. അപ്പോൾ ഈ രാഹുകാലത്തിൻ്റെ സമയത്താണ് ഈ അഭിജിത്ത് മുഹൂർത്തം ബുധനാഴ്ച കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ ഗുണം നഷ്ടപ്പെടുകയും അത് വർജ്യമായിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതായിട്ട് നമ്മൾ കണക്കാക്കപ്പെടും. അഭിജിത്ത് മുഹൂർത്തം മറ്റു ദിവസങ്ങളിൽ വളരെ ശ്രേഷ്ഠമാണെങ്കിലും ബുധനാഴ്ച ദിവസത്തെ അഭിജിത്ത് മുഹൂർത്തം, ആ സമയം ഏതൊരു കാര്യത്തിനായാലും തുടങ്ങാനോ ശുഭകർമ്മങ്ങൾക്കോ തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അഭിജിത്ത് മുഹൂർത്തം ബുധനാഴ്ച നമ്മൾ എടുക്കാറില്ല. അപ്പോൾ നാളെ വീണ്ടും നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.